എൻ്റെ പഠിച്ചവനെ എന്ത് പെട്ടെന്നാണല്ലേ ഒരു വർഷം അങ്ങോട്ട് കടന്നു പോകുന്നത്. ഞാൻ ഈ ഉഴപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതും പോരാഞ്ഞിട്ട് ഒരു ഷോർട്ട്സെങ്കിലും ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസം ആവുന്നു കേട്ടോ. എന്തായാലും വീട്ടിൽ 2 കല്യാണം അടുപ്പിച്ചുണ്ടായിരുന്നു. അതിന് വേണ്ടി പോയതാണ്. തലേന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് കല്യാണം കൂടിയിട്ട് ഹാദുക്കുട്ടൻ്റെ നേരത്തെ സ്കൂൾ തുറക്കുന്ന കാരണം അനിയത്തിമാരെയും കുട്ടികളെയും പെറക്കി കെട്ടിയാണ് ഇക്കാൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഹാദുക്കുട്ടൻ്റെ സ്കൂൾ തുറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, ഇത് ഡിസംബറിൽ എടുത്തൊരു വീഡിയോ ആണ്. ആ ഒരു സ്വിമ്മിംഗ് പൂള് 5 പേർക്ക് സുഖമായിട്ട് കിടന്ന് കളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 700-800 എങ്ങാണ്ടാണ് വില. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിക്കാനിരിക്കുകയാണെങ്കിൽ വാങ്ങിച്ചു നോക്കി. ഇപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് എന്തായാലും ഉപകാരപ്പെടും. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഏകദേശം ഒരു വർഷത്തോളം ആവുന്ന ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ വെച്ചിട്ടുള്ള ലൈറ്റ് കാണാനാണ് ആദ്യം കുട്ടികളെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ 5 പേരും കൂടെ തകർക്കലായിരുന്നു കേട്ടോ. ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് ഹാദുക്കുട്ടനും ഭയങ്കര സന്തോഷമായിരുന്നു. ഫുൾ ഒരു ക്രിസ്മസ് വൈബും അതേപോലെ നമ്മുടെ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം, കപ്പലണ്ടി, അങ്ങനെ കണ്ണി കടച്ചാണി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോളം മേടിച്ച് എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാ സാധനങ്ങളും മേടിക്കണമല്ലോ. അപ്പോൾ ഓരോന്ന് ലിമിറ്റ് ചെയ്ത് എല്ലാം വാങ്ങിച്ചു കൊടുത്ത് കഴിച്ചു. ചോളം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഹാദുക്കാക്കാൻ്റെ പല്ല് പോയത് കേട്ടോ. ഹാദുവിന് പിന്നെ പല്ല് പോയി കഴിഞ്ഞാൽ എന്താണ്ട് മരം വരുമെന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് മുതലേ ഉള്ളത്. അപ്പോൾ അത് ഇവരോട് പറയാണ്, ഇനി ഹാദുക്കാക്കയുടെ മരത്തിലാണ് ഇവിടെ ഫോട്ടോ വെച്ചിൽ ലൈറ്റ് ഇടുന്നത്. മരമൊക്കെ വലുതായി കഴിയുമ്പോൾ അതിനവിടെ കുപ്പിയും കോലും ഒക്കെ പിറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഹാദുക്കാക്കയുടെ മരമുള്ള സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതവിടെ വെച്ചിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദാണ്ടടാ പാനിപ്പൂരി ഇരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാനിപ്പൂരി. അപ്പോൾ അങ്ങനെ പാനിപ്പൂരി മേടിച്ചു, അതുപോലെ പോപ്കോണൊക്കെ മേടിച്ചു. അതിനുശേഷം വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാത്രി ഇക്ക വന്നപ്പോൾ വീണ്ടും നമ്മൾ ഫോറം മാളിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പഠിച്ചവനെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വരാൻ. അവരധികം അങ്ങനെ പോവാത്തതും കാണാത്തതും കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിലും കയറുന്നതും കാണുന്നതും ഒക്കെ അവർക്ക് പുതിയ അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഈ ഒരു വണ്ടിയിൽ കയറാനായിട്ടില്ല കേട്ടോ. അതായത് ഇവരൊക്കെ സ്മോൾ ആൾക്കാരാണ്. ഹാദുക്കുട്ടന് മാത്രമേ ഒറ്റയ്ക്ക് ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരുടെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റി കേട്ടോ. ഈ കുട്ടികളുടെ കൂടെ കയറണമെങ്കിൽ എന്തായാലും പാരൻസ് വേണം. അപ്പോൾ 4 പിള്ളേരുടെ കൂടെ ഞങ്ങൾ 4 പേർക്കും ഫ്രീ ആയിട്ട് അതിൽ കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ പിന്നെ അതാ ഫുള്ള് കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഡിസംബർ 31-ാം തീയതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 10-11 മണി ആയിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ അല്ല, നമ്മുടെ ന്യൂ ഇയറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇക്കാക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതുങ്ങളെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് അതുങ്ങളെ കൊണ്ട് നടപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂ ഇയർ പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 12 മണി അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും തുള്ളലും മേളവും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. പടക്കം പൊട്ടിക്കലും ഹാപ്പി ന്യൂ ഇയർ വിളിയും ഒക്കെ ആയിട്ട്.